ജബി മേത്തർ എം പി ഈ വിധിന്യായത്തിന്റെ ഒരു സത്ത അറിഞ്ഞു കാണുമല്ലോ, എന്താണ് പ്രതികരണം? ഭരണകൂട ഭീകരത നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ വിധിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സ്വാഗതം ചെയ്യുന്നു. 5 മാസം ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത് 7ഓളം കുടുംബാംഗങ്ങളെ കൊല ചെയ്ത് നമ്മുടെയൊക്കെ മനസാക്ഷിയെ എന്നും ഒരു ഞെട്ടിക്കുന്ന സംഭവത്തെ വളരെ ലാഘവത്തോടുകൂടി ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ കൊടി ഉയർത്തിയതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവർക്കെതിരെയുള്ള വിധി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നതും ഇവരെ വിട്ടയച്ചതും. എത്രത്തോളം ഈ ഗവൺമെന്റ്, ഗുജറാത്ത് ഗവൺമെന്റും BJPയും ഒക്കെ സ്ത്രീ ശക്തി, നാരി ശക്തി എന്ന് പറയുന്നത് വെറും വാക്കുകളും വാക്യങ്ങളും മുദ്രാവാക്യങ്ങളും PR വർക്കും ബ്രാൻഡിങ്ങുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു തീരുമാനമായിരുന്നു ഗുജറാത്ത് ഗവൺമെന്റിന്റെ. ഇവർക്കെതിരെയുള്ള ശിക്ഷ അവരുടെ അത് റദ്ദ് ചെയ്തത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും ഉചിതമായ ഇവിടെ നിയമസംഹിത നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന, മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംവിധാനം, അതായത് ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ ജുഡീഷ്യറിയുടെ റോള് വളരെ പ്രധാനമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു വിധി കൂടിയാണ് ഇത്. ഇതിൽ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ആ ബിൽക്കീസ് ബാനുവിന് നേരിടേണ്ടി വന്ന അത്രയും വലിയ അതിക്രമത്തിൽ ആ ഗുജറാത്ത് ഗവൺമെന്റ് ഒക്കെ എടുത്ത വളരെ നീതിരഹിതമായ നിലപാടുകൾക്ക് ലഭിച്ച ഒരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. നന്ദി ജബി മേത്തർ എം പി പ്രതികരിച്ചത്.